ദിവസം അവിടെ ഇരുന്ന് വായിക്കുമായിരുന്നു. ഭാഗവതം മാസത്തിലൊരിക്കലാണെങ്കിൽ രാമായണം 31 ദിവസം വായിച്ചപ്പം അതിൽ കൂടുതൽ ഒരു ശ്രദ്ധ വരികയും അതിൽ രാമചന്ദ്ര മഹാപ്രഭു എന്ന് പറയുന്ന മകൻ, ഭർത്താവ്, ജ്യേഷ്ഠൻ, രാജാവ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അധർമ്മത്തോട് പൊരുതുകയും ധർമ്മം പാലിച്ചവരുടെ മുന്നിൽ ദാസനെ പോലെ, പ്രത്യേകിച്ച് ശബരിയുടെയും ഗുഹൻ്റെയും ഒക്കെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം കണ്ട് എൻ്റെ അന്ന് ബാല്യമായ മനസ്സാണല്ലോ, ഇങ്ങനൊരു ആൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു നിയോഗം പോലെ ഞാനും പുണർദം നക്ഷത്രത്തിലാണ് ജനിച്ചത്. നവമിയാണ്. ഇംഗ്ലീഷ് മാസം ഒക്ടോബർ 2. അപ്പോൾ അച്ഛൻ അത് വലിയ ഗാന്ധി ജനിച്ച ദിവസമാണ് എന്ന് പറയും. ചുണ്ടിൽ രാമനാമവും കയ്യിൽ ഭഗവത്ഗീതയുമായി നടന്ന ആളാണ് മഹാത്മാഗാന്ധി. പിന്നെ പുണർദം നക്ഷത്രമായതുകൊണ്ട് ശ്രീരാമൻ്റെ നക്ഷത്രമെന്ന് എപ്പോഴും അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാല്യത്തിൽ വഴിതെറ്റി പോകാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്, യൗവനത്തിലായാലും. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നെ വേറിട്ട് നിർത്തിയത് ഈ രാമായണവും ഈ ക്ഷേത്രവും ശ്രീരാമചന്ദ്രനുമാണ്. ആ നക്ഷത്രമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു പ്രത്യേകത ഉണ്ടായി. പിന്നെ പ്രഭാഷണങ്ങളും കൂടുതൽ അക്കാലത്ത് നടത്തിയിട്ടുള്ളത് ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ്. അപ്പോൾ രാമൻ കഴിഞ്ഞ കൃഷ്ണൻ അവതാര സങ്കല്പത്തിൽ എന്ന പോലെ തന്നെ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ആ മഹിമയും മനസ്സിലാക്കി തുടങ്ങിയത് രാമായണത്തിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ അത് അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഭാഗവതം പറയുന്നതിനേക്കാൾ നമുക്കൊരു ഗാംഭീര്യവും വാചാലതയും നമുക്ക് തനിയെ അറിയാതെ വരുന്ന ഒരു പ്രതീക്ഷിച്ചല്ല. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണാവതാരത്തിന് തൊട്ട് മുമ്പ് ഭാഗവതത്തിൽ രാമാവതാരം വായിക്കുമ്പോഴും ആ ഒരു ദിവസം മുഴുവൻ ഞാൻ രാമായണത്തെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു സപ്താഹത്തിലും ഇത്ര വിശദമായിട്ട് രാമായണത്തെക്കുറിച്ച് പറയാറില്ല എന്ന് എന്നോട് മുതിർന്ന പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും അത് സ്വാഭാവികമായി വരുന്നതാണ്, നേരത്തെ നിശ്ചയിച്ചതല്ല. അപ്പോൾ അതും ഒരു ഈശ്വര നിയമം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പറയുമ്പോഴും ഇത് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ നാമം ജപിക്കും, വീടുകളിൽ നാമം ജപിക്കുന്ന സമയത്ത് ഈ രാമനാമമാണല്ലോ ആദ്യം ജപിക്കാറ്. അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണനെ പറയുന്നത്. എന്തെങ്കിലും ഒരു കാരണത്തെ രാമ 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 പാഹിമ രാമപാദം ചരണേ മുകുന്ദ രാമ പാഹിമ ഭാരതത്തിൽ നിറഞ്ഞു വിളങ്ങി നിന്ന ഒരു നാമമാണ്. അതിൽ ശ്രീകൃഷ്ണൻ പരാമർശിക്കുന്നേ ഇല്ല. പിന്നീട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം. അപ്പോൾ രാമ എന്ന 2 അക്ഷരം ഒരു നാമം, ഇതിന് 1000 നാമത്തിൻ്റെ ശക്തിയാണെന്ന് ഒരു ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്. അത് വേറെ ആരുമല്ല, പരമശിവൻ പാർവതിയോട് പറയുകയാണ്. അത് എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ 1000 നാമമൊന്നും ജപിക്കേണ്ട കാര്യമില്ല, രാമ എന്ന് 1 പറഞ്ഞാൽ മതി. അപ്പോൾ മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമം ധർമ്മപുത്രർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശ്രീപരമേശ്വരൻ പാർവതീ ദേവിയോട് പറയുന്നത് വായിക്കുന്നത്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനി. 1000 നാമം ജപിച്ച് കഴിഞ്ഞാണ് പറയുന്നത്. അപ്പോൾ ഈ 1000 നാമം ജപിക്കാനെടുത്ത, വിഷ്ണു സഹസ്രനാമം ജപിക്കാനെടുത്ത സമയം രാമ 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 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശതകോടി നാമങ്ങളായി. നാരായണ എന്ന മഹാമന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരം ആയ മായും ഒരുമിച്ച് ചേർത്ത നാമമാണ് രാമമന്ത്രം. നാരായണ എന്നുള്ളതിന് 64 അർത്ഥം വരെ പറയുന്നുണ്ട്. നാര് വെള്ളം, നരസമൂഹം, അയനം യാത്ര. അപ്പോൾ അതിൻ്റെ ബീജാക്ഷരമായിരുന്നു രാ മാറ്റിയപ്പോൾ പിന്നെ അയനായ യാത്രയില്ല.
അപ്പോൾ നാരായണായ മന്ത്രത്തിന് ചൈതന്യം കൊടുത്ത അക്ഷരം രായാണ്. നമശിവായ മന്ത്രത്തിൻ്റെ മായാണ് എടുത്തത്. നമശിവായ മംഗളത്തെ നമസ്കരിക്കും. മാറ്റിയപ്പോൾ തനി വിപരീതാർത്ഥമായി. ഞാൻ ശിവായ മംഗളമില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ നമശിവായ എന്നും മഹാദേവൻ രാംനാമം ജപിക്കുന്നുവെന്നും ശാസ്ത്രം. രാമൻ്റെ ഈശ്വരനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് രാമേശ്വരം. ആ രാമേശ്വരം രാമനാഥപുരം എന്ന പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. രാമൻ്റെ നാഥനെ, ഈശ്വരനെ, ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച സ്ഥലം. അപ്പോൾ എല്ലാ ദേവന്മാരിലും മഹാദേവനാണ് പരമശിവൻ. അദ്ദേഹമാണ് പറഞ്ഞത് രാമനാമം മതി. അപ്പോൾ ആ രാമ എന്ന രണ്ടക്ഷരത്തിന് ഒരു മന്ത്രത്തിനുള്ള പവിത്രത നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിച്ച് തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രസക്തി. അപ്പോൾ ഈ അങ്ങയോട് ചോദിക്കാനുള്ളത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേദങ്ങൾ 4 ഇപ്പോൾ അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ഈ ശ്രീരാമൻ ചന്ദ്രനുമായി ബന്ധപ്പെട്ട 5ാമതൊരു വേദം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പഞ്ചമവേദം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 വേദത്തെക്കുറിച്ച് ഇന്ന് പ്രതിപാദിച്ച് പോകുന്നുണ്ട്. ഈ പഞ്ചമവേദത്തെക്കുറിച്ച് അതിൻ്റെ പേരെന്താണ്, എന്താണ് അതിൻ്റെ പ്രസക്തി, അത് എവിടെയാണ് അതുള്ളത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങ് ഈ രാമായണത്തിൽ ഇത്രയും മുഴുകി നിൽക്കുന്നതാണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആ ഒരു സങ്കല്പത്തെക്കുറിച്ചോ ആ വേദത്തെക്കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം പറയാൻ പറ്റുമോ? ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ 4 വേദങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനൊരു ശ്രീരാമ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു പ്രണവ വേദം എന്നതിനെ സംബന്ധിച്ച് ഒരു 14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മലയൂർ തിരുമേനി പോയിട്ടുള്ള ഇന്ദിരാഞ്ചിറയ്ക്കൽ എന്ന് പറയുന്ന തലയോലപ്പറമ്പ് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു സന്തോഷ് ആധ്യാത്മിക പ്രവർത്തകനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ എന്നോടൊന്ന് പരാമർശിച്ചിരുന്നു. പിന്നീട് അതിനെ സംബന്ധിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാതിരിക്കുകയും ഈ അടുത്ത സമയത്ത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വൈക്കം ബ്രഹ്മമംഗലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ സന്തോഷ് വന്ന് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് കുറച്ചുകൂടി സൂചിപ്പിക്കുകയും അതിൽ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തയിൽ വരാതെ മങ്ങിക്കിടന്ന ഒരു മാണിക്യം പോലെ ഉള്ളതെന്ന് എനിക്ക് തോന്നി. വേറെ ആരും ഇതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഈ മറ്റൊരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സംഘടിത മനോഭാവം എല്ലാ മേഖലകളിലും. ഇത് വിദ്യാർത്ഥികളെ പോലും നമ്മൾ പഠിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയില്ല. അതങ്ങ് അഡ്വക്കേറ്റ് ആണെങ്കിലും ഡോക്ടറാണെങ്കിലും പൂജാരിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഏകീകൃത മനോഭാവം, ഒരു യൂണിയൻ മനോഭാവം ഉണ്ടായ കാലഘട്ടമാണ് നിലവിൽ എല്ലാത്തിനുമുണ്ട്. അപ്പോൾ ഈ സപ്താഹാചാര്യന്മാർ എനിക്ക് തോന്നുന്ന ഒരു 10,000 പേരെങ്കിലും കേരളത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു യോജിപ്പ്, ഒരു യൂണിയൻ പോലെ ഏതെങ്കിലും സംവിധാനം ഈ സപ്താഹാചാര്യന്മാർ കേരളത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കാൻ. ഒരിക്കൽ മലയൂർ തിരുമേനി ഇത് എൻ്റെ കൂടി സാന്നിധ്യത്തിൽ കുമ്മനം രാജശേഖരൻ ചേട്ടനോട് പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ്. രാജാ, നമുക്കിങ്ങനെ ഈ വായിക്കുന്നവരെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ചേർക്കണം. ഒരുമിച്ച് ചേർത്ത് ഈ മുറ്റത്ത് വെച്ച് എല്ലാവരും കൂടെ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ പറഞ്ഞൊരു 6 മാസം കഴിഞ്ഞ് തിരുമേനി യാത്രയായി. രാജേട്ടൻ പലപ്പോഴും എന്നോട് പല സ്ഥലങ്ങളിൽ വെച്ചു അന്ന് തിരുമേനി പറഞ്ഞത് നമുക്ക് പ്രായോഗികമാക്കണം എന്ന് പറയും. പക്ഷെ ഇങ്ങനൊരു പുരാണ പാരായണ സംഘടന എന്ന് പറഞ്ഞ ചില ആളുകൾ 10-100 പേര് ചേർന്നുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കേരളത്തിൽ ഈ കർമ്മം ചെയ്യുന്ന എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്തൊരു സംഘടനയില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഭാഗവത സപ്താഹം നടത്തുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ വലിയൊരു സംഖ്യ ഉണ്ടാവും.